50കളിലും 60കളിലും ഉള്ളവർ മാത്രമല്ല, 90കളിലുള്ള ശ്രോതാക്കളെയും ഞാൻ നേരിട്ട് കാണാറുണ്ട്. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരമ്മച്ചി നേരത്തെ തന്നെ എന്നെ കാണുവാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ആളെ അയച്ചിരുന്നു. ചെന്നപ്പോഴല്ലേ മനസ്സിലാകുന്നത് ഈ അമ്മച്ചിക്ക് എഴുന്നേറ്റ് നടക്കുവാൻ പ്രയാസമാണ്, കണ്ണും കാണില്ല. സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ അടുത്തിരുന്ന ആൾ പറയുകയാണ്, അല്പം ഉറക്കെ പറയണേ, അമ്മച്ചിക്ക് കേൾവിയും കുറവാണെന്ന്. 94 കഴിഞ്ഞെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്കിൽ പിന്നെ റേഡിയോ എങ്ങനെ കേൾക്കുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അതുമാത്രം എത്ര ചെറിയ ശബ്ദത്തിലും കേൾക്കാം എന്ന്. അത്ഭുതമായി തോന്നി. അങ്ങനെ ഈ പ്രായമായ പ്രിയപ്പെട്ട അപ്പച്ചന്മാരും അമ്മച്ചിമാരും എന്നെ ശ്രദ്ധിക്കുന്നതിൽ എനിക്ക് എന്ത് അഭിമാനമാണെന്നറിയാമോ? ചിലർ എനിക്ക് എഴുതി ചോദിക്കാറുണ്ട്, ഞാൻ എൻ്റെ 70കളിലാണോ അതോ 80കളിലാണോ എന്ന്. എൻ്റെ പ്രായം എത്ര എന്ന് ഇതുവരെ നിങ്ങൾക്കറിയില്ല എങ്കിൽ സാരമില്ല. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന പ്രായത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട് എന്ന് മാത്രം ഞാൻ പറയട്ടെ. ഇത്രയും പറഞ്ഞത് വാർദ്ധക്യത്തിൽ ആയിരിക്കുന്നവരുടെ കൂടെ ചെന്നിരിക്കുവാനും സമയം ചെലവഴിക്കുവാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. അവരുടെ നീണ്ട നീണ്ട കഥകൾ കേൾക്കുവാനും രസമായിട്ട് തോന്നാറുണ്ട് എന്ന് പറയാനാണ്. എന്നാൽ മനുഷ്യരൊക്കെ വാർദ്ധക്യത്തെ ഭയപ്പെടുന്നു എന്നതാണ് വാസ്തവം. റിട്ടയർ ആകുവാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ പലരും ആകെ പരിഭ്രമത്തിലാണ്. വാർദ്ധക്യം രോഗത്തിൻ്റെ സമയമാണെന്നത്ര പലരും കരുതുന്നത്. വാർദ്ധക്യത്തെ ഭയപ്പാടോടെ വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണോ സുഹൃത്തേ താങ്കൾ? എങ്കിൽ നമുക്കൊരുമിച്ച് ചില കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കാം. ഏകാന്തതയും രോഗവും അനിശ്ചിതത്വവുമൊക്കെ നിറഞ്ഞ വാർദ്ധക്യത്തെ യൗവനത്തിലെ പ്രസരിപ്പോടും ഉന്മേഷത്തോടും നേരിടുവാൻ കഴിയുന്ന ഒരു മാർഗം. മക്കളൊക്കെ ഇട്ടേച്ചു പോയാലും ശുശ്രൂഷിക്കുന്നവർ മടുത്ത് പഴി പറയുവാൻ തുടങ്ങിയെന്നാലും ആഗ്രഹിക്കുന്നതൊന്നും ലഭിക്കാത്ത അവസ്ഥയാണെങ്കിലും അപ്പച്ചൻ്റെ ജീവിതം ഇപ്പോഴും വിലയുള്ളതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ മാതാവേ, നിങ്ങളുടെ ജീവിതം വെറും ചപ്പും ചവറുമല്ല. അതുകൊണ്ട് അമൂല്യങ്ങളായ പലതും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും എന്ന് ഞാൻ ഉറപ്പു തരട്ടെ. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. തളർന്ന ശരീരത്തിലെ ചുറുചുറുക്കുള്ള ആത്മാവിനെ തളർത്താതെ താലോലിക്കുവാൻ, അതിനെ വളർത്തുവാൻ കഴിയുന്ന ഒരു മാർഗം. താല്പര്യമല്ലേ? വാർദ്ധക്യത്തിലെത്തിയവർ മാത്രമല്ല, വാർദ്ധക്യത്തിൽ എത്തുവാൻ പോകുന്നവരും എല്ലാവരും അങ്ങോട്ടാണല്ലോ നടന്ന് 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 നീങ്ങുന്നത്. അതുകൊണ്ടാണ് എത്തുവാൻ പോകുന്നവരും എന്ന് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 69-ാം സങ്കീർത്തനം വരെയാണല്ലോ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞത്. 69-ാം സങ്കീർത്തനം നമ്മുടെ കർത്താവിൻ്റെ ഈ ഭൂമിയിൽ താൻ ചെലവഴിച്ച നിശബ്ദ വർഷങ്ങൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ 30 വർഷത്തെ കുറിക്കുന്നതാകുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി. 70-ാം സങ്കീർത്തനം വിടുതലിനായുള്ള അടിയന്തരമായ നിലവിളിയാണ്. ഇത് ദാവീദിൻ്റെ ഒരു മനോഹരമായ കൊച്ചു സങ്കീർത്തനമാണ്. ഇതിലെ ഉള്ളടക്കം 40-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ 5 വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു ജ്ഞാപക സങ്കീർത്തനം എന്നാണ് തലക്കെട്ട്. ഓർമ്മയുടെ ഒരു ഗീതമാണിത്. എന്തുകൊണ്ടാണ് ഇത് ഇവിടെ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്? കാരണം എൻ്റെ ഓർമ്മശക്തി നല്ലതല്ല, അത് വളരെ കുറവാകുന്നു എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ഞാനും നിങ്ങളും സങ്കീർത്തനങ്ങളിൽ ഈ ഭാഗത്ത് എത്തുമ്പോഴേക്കും 40-ാം സങ്കീർത്തനത്തെക്കുറിച്ച് മുഴുവൻ മറന്നിരിക്കും. അതുകൊണ്ട് വീണ്ടും ഞാനത് ആവർത്തിക്കുകയാണെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഓർമ്മിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. 70-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, ദൈവമേ എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. ഉടനടി സഹായത്തിനായുള്ളൊരു നിലവിളിയാണിത്. 5-ാം വാക്യം, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, ദൈവമേ എൻ്റെ അടുക്കൽ വേഗം വരണമേ. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു, യഹോവേ താമസിക്കരുതേ. ഈ
എളിയവരും ദരിദ്രരുമായ ആളുകളുടെ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടുന്നു. ദൈവമാണ് എൻ്റെ സഹായകനും എന്നെ വിടുവിക്കുന്നവനും എന്ന് ഞാൻ അറിയണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അതേ സുഹൃത്തെ, ദൈവം എളിയവരുടെയും ദരിദ്രരുടെയും സഹായകനാണ്. ഇന്ന് അവനാണ് നമ്മുടെ സഹായകനായിരിക്കുന്നത്. ഇനി നമുക്ക് 71 സങ്കീർത്തനത്തിലേക്ക് വരാം. ഇത് വാർദ്ധക്യകാലത്തേക്കുള്ള ഒരു സങ്കീർത്തനമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സങ്കീർത്തനക്കാരൻ ആരെന്നിവിടെ പറഞ്ഞിട്ടില്ല, എന്നാൽ ദാവീദ് ആയിരിക്കാനിടയുണ്ട്. ഇതെഴുതുമ്പോൾ വൃദ്ധനായ മനുഷ്യനായിരുന്നിരിക്കണം ദാവീദ് എന്ന് വ്യക്തമത്രേ. 71 സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ: യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എന്നെ രക്ഷിക്കണമേ. ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയും ആകുന്നുവല്ലോ. എൻ്റെ ദൈവമേ, ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയും ഉള്ളവൻ്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. 6 മുതലുള്ള വാക്യങ്ങൾ: ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു. ഞാൻ പലർക്കും ഒരു അത്ഭുതം ആയിരിക്കുന്നു. നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. എൻ്റെ വായ് നിൻ്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിൻ്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ. വാർദ്ധക്യത്തിലെത്തിയ ദാവീദ് ഒരുപക്ഷെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പാടുന്നതായിട്ടുള്ളൊരു ഭാഗമാണ് ഇത്. അങ്ങനെയുള്ളവർക്കൊരു നല്ല സങ്കീർത്തനമാണ്. അങ്ങനെയുള്ളവർക്കിത് മുമ്പലത്തേക്കാൾ അധികം അർത്ഥവത്തായിരിക്കും എന്നതിൽ സംശയമില്ല. ദാവീദ് പറയുകയാണ്, നാം വായിച്ചത് 9 വാക്യം: വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ. 14 വാക്യത്തിലേക്ക് വരുമ്പോൾ: ഞാനോ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേലെ നിന്നെ സ്തുതിക്കും. എൻ്റെ വായ് ഇടവിടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ യഹോവയായ കർത്താവിൻ്റെ വീര്യപ്രവൃത്തികളോടെ കൂടെ വരും. നിന്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും. തുടർന്ന് വാർദ്ധക്യകാലത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന ശ്രദ്ധിക്കുക. 18 വാക്യം: ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ പിതാവേ, പ്രിയ മാതാവേ, നിങ്ങൾ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആ മുറിയുടെ ഒരു കോണിൽ പോയി വെറുതെ ഇരിക്കരുത്. ദൈവം നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല. നിങ്ങളെക്കൊണ്ട് വൻ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മരണദിവസം വരെയും ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടെയാണ് ദൈവം താങ്കളെ ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത്. ജീവിതാന്ത്യം വരെ കർത്താവിന് വേണ്ടി പ്രവർത്തന നിരതരായിരിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. നിരാശപ്പെടേണ്ടതില്ല. നാം ശരീരത്തിന് ആവശ്യമായ വ്യായാമം കൊടുക്കണം. അതുപോലെ തന്നെ നാം നമ്മുടെ മനസ്സിന് ആവശ്യമായ വ്യായാമം കൊടുക്കണം. ആത്മീകമായ വ്യായാമം വളരെ അത്യാവശ്യമാണ്. ദൈവവചനം വായിക്കുക, ദൈവവചനം മറ്റുള്ളവരുമായി പങ്കിടുക, നാം മറ്റുള്ളവരുമായി കൂട്ടായ്മ ആചരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മെ കൂടുതൽ പ്രോത്സാഹനത്തോടെ മുൻപോട്ട് പോകുവാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ലഭിച്ചിട്ടുള്ള കഴിഞ്ഞകാല അനുഭവങ്ങളെ പാഴാക്കി അതിനെ മുരടിച്ച് നശിപ്പിച്ച് കളയുവാനായി നാം അനുവദിക്കരുത്. നാം ലഭിച്ചിട്ടുള്ള അനുഭവങ്ങളെ, അറിവുകളെ മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടതിന് 18 വാക്യത്തിൽ നാം വായിച്ച്, ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം നീ എന്നെ ഉപേക്ഷിക്കരുതെന്ന്. പലപ്പോഴും പ്രായമായി കഴിയുമ്പോൾ നമുക്ക് നമ്മെക്കുറിച്ച് മാത്രമേ പറയുവാനായിട്ട് കഴിയൂ. ഒരു നല്ല പങ്ക് ആളുകളും സ്വയപ്രശംസയ്ക്കാണ് കൂടുതൽ സമയം എടുക്കാറുള്ളത്. ഞാൻ പറയട്ടെ,
ദൈവത്തിൻ്റെ ഭുജത്തെയും ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളെയും മറ്റുള്ളവരോട് അറിയിക്കുവാൻ, അടുത്ത തലമുറയോട് അറിയിക്കുവാൻ നാം സമയമെടുക്കണം. ഓരോ ദിവസവും നാം അത് കുറിച്ചു വെക്കുക. ഇന്ന് ഞാനത് ആരോട് പറഞ്ഞു? ഒരുപക്ഷെ വീട്ടിലുള്ള മറ്റുള്ളവരോട് പറഞ്ഞു കാണും. നാം നമ്മുടെ സഭയിലുള്ള ആളുകളോട് അത് പറയുവാനായിട്ട് സമയമെടുക്കണം. വാർദ്ധക്യത്തിലെത്തുമ്പോൾ നാം നമ്മുടെ വേദനകളും പ്രയാസങ്ങളും അല്ല പറയേണ്ടത്. നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുകയും അവന് സ്തുതി പാടുകയുമാണ് ചെയ്യേണ്ടത്. 22-23 വാക്യങ്ങളിൽ, എൻ്റെ ദൈവമേ, ഞാനും വീണ കൊണ്ട് നിന്നെയും നിന്റെ വിശ്വസ്തതയും സ്തുതിക്കും. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായുള്ളവേ, ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത് എൻ്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. മനോഹരമാണല്ലേ? 19-20 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവമേ, നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു. മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, നിന്നോട് തുല്യൻ ആരുള്ളൂ? ഇതൊക്കെ തൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാണ് സങ്കീർത്തനക്കാരൻ. 20 വാക്യത്തിൽ, അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. നീ എൻ്റെ മഹത്വം വർദ്ധിപ്പിച്ചു. എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. എത്ര മനോഹരമായിട്ടുള്ള പ്രാർത്ഥന, എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ. ഒടുവിലത്തെ വാക്യം, എൻ്റെ നാവും ഇടവിടാതെ നിൻ്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു. എൻ്റെ നാവ് ഇടവിടാതെ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് സംസാരിക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഇത് വാർദ്ധക്യത്തിലെത്തിയവർക്ക് വളരെ പ്രോത്സാഹനവും ധൈര്യവും നൽകുന്ന മനോഹരമായൊരു സങ്കീർത്തനമാണല്ലേ? ഇത് പല പ്രാവശ്യം വായിച്ചു നോക്കുകയും എന്തുമാത്രം അർത്ഥം ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും.